प्यारी हिंदी सबसे निराली, मस्ती भरी है बातें ये प्यारी. പ്രിയ കുട്ടികളെ, മേരി പ്യാരി ഹിന്ദി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് 8ാം ക്ലാസ്സിലെ 3ാമത്തെ യൂണിറ്റ് ഖുൽത്തെ നസാരെ. ഈ യൂണിറ്റിലെ ആദ്യത്തെ പാഠമായ ജബ് ഹം ധീരെ ചൽത്തേ ഹെ എന്ന പാഠവുമായിട്ടാണ്. ഇതൊരു യാത്രാ വിവരണമാണ്. യലൻ ഷാ എന്ന് പറയുന്നയാളാണ് ഈ യാത്രാ വിവരണം എഴുതിയിരിക്കുന്നത്. നമുക്കാദ്യം അദ്ദേഹത്തെക്കുറിച്ച് അല്പം കാര്യങ്ങൾ മനസ്സിലാക്കാം. യലൻ ഷാ बर्लिन में रहने वाला भारतीय कलाकार, चित्रकार, एनिमेटर और कहानीकार है. उनका जन्म 1973 को बिहार में हुआ था. उन्होंने नेशनल इंस्टीट्यूट ऑफ डिज़ाइन अहमदाबाद से एनिमेशन फिल्म मेकिंग में विशेषज्ञता के साथ संचार डिज़ाइन की पढ़ाई की है. वे 25 से ज़्यादा सालों से अपने जीवन को स्केच बुक में रिकॉर्ड कर रहे हैं. उनको बच्चों के लिए चित्र बनाना और यात्रा करना बहुत पसंद है. ചിത്രത്തിൽ കാണുന്നയാളാണ് ഹെലൻ ഷാ. അദ്ദേഹം ബെർലിനിൽ ജീവിക്കുന്ന ഒരു ഭാരതീയ കലാകാരനാണ്, ചിത്രകാരനാണ്, അനിമേറ്റർ ആണ്, അതുപോലെ കഹാനികാർ എന്ന് പറഞ്ഞാൽ കഥ എഴുതുന്നയാളാണ്. ഉൻകാ ജന്മ 1973 को ബിഹാർ മേ ഹുവാ था. അദ്ദേഹം 1973 ബിഹാറിലാണ് ജനിച്ചത്. ഉനോനെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ അഹമ്മദാബാദ് സെ, അദ്ദേഹം ഡിസൈൻ പഠിച്ചത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ എന്ന ഒരു സ്ഥാപനത്തിൽ നിന്നാണ്. ആ സ്ഥാപനം അഹമ്മദാബാദിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിന്ന് എന്താണ് പഠിച്ചത്? അനിമേഷൻ ഫിലിം മേക്കിംഗ് മേ വിശേഷജ്ഞതാ കെ സാത്ത് സഞ്ചാർ ഡിസൈൻ കി പഠായി കി ഹേ. അദ്ദേഹം പഠിച്ച വിഷയം എന്ന് പറയുന്നത് സഞ്ചാർ ഡിസൈനാണ്. സഞ്ചാർ ഡിസൈൻ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ഡിസൈൻ എന്നാണ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഡിസൈനിലാണ്. അതും എങ്ങനെയാണ്? വിശേഷജ്ഞതാ കെ സാത്ത്, വളരെ സ്പെഷ്യലൈസേഷനോടുകൂടി അല്ലെങ്കിൽ വൈദഗ്ധ്യത്തോടുകൂടി അദ്ദേഹം കമ്മ്യൂണിക്കേഷൻ ഡിസൈൻ പഠിച്ചു. അതും അതിൻ്റെ സ്പെഷ്യലൈസേഷനായിട്ട് എടുത്ത വിഷയം അനിമേഷൻ ഫിലിം മേക്കിംഗ് എന്ന ഒരു വിഷയമാണ് അദ്ദേഹം സ്പെഷ്യലൈസേഷനായിട്ട് എടുത്തത്. അപ്പോൾ അനിമേഷൻ ഫിലിം മേക്കിംഗ് അതിൽ പ്രത്യേക വൈദഗ്ധ്യം നേടിയാണ് അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ ഡിസൈൻ എന്ന് പറയുന്ന കോഴ്സ് പൂർത്തിയാക്കിയത്. वे 25 से ज़्यादा सालों से अपने जीवन को സ്കെച്ച് ബുക്ക് में റിക്കോർഡ് कर रहे हैं. ഏതാണ്ട് 25 വർഷത്തിലധികമായിട്ട് അദ്ദേഹം സ്വന്തം ജീവിതത്തെ സ്കെച്ച് ബുക്കിലേക്ക് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്കെച്ച് ബുക്ക് എന്ന് പറഞ്ഞാൽ ചിത്രം വരയ്ക്കുന്ന ബുക്കിനാണ് സ്കെച്ച് ബുക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രേഖാചിത്രങ്ങളാണ് കൂടുതലും അദ്ദേഹം വരച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ രേഖാചിത്രങ്ങൾ വരയ്ക്കുന്ന ആ ബുക്കാണ് സ്കെച്ച് ബുക്ക്. ഉनको बच्चों के लिए चित्र बनाना और यात्रा करना बहुत पसंद है. അദ്ദേഹത്തിന് കുട്ടികൾക്ക് വേണ്ടി ചിത്രം ഉണ്ടാക്കുക, അതുപോലെ യാത്ര ചെയ്യുക, ഇത് രണ്ടും വളരെ ഇഷ്ടമുള്ള കാര്യമായിരുന്നു. നമുക്ക് പഠിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ യാത്രാ വിവരണത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. യാത്രാ വിവരണത്തിൻ്റെ പേര് ജബ് ഹം ധീരെ ചൽത്തേ ഹെ എന്നാണ്. നമ്മൾ സാവധാനം നടക്കുമ്പോൾ. അതാണ് ജബ് ഹം ധീരെ ചൽത്തേ ഹെ എന്ന ഹെഡിങ്ങിൻ്റെ അർത്ഥം. വളരെ മനോഹരമായൊരു ചിത്രം ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇനി എന്താണ് അദ്ദേഹം യാത്രാ വിവരണത്തിൽ പറയുന്നതെന്ന് നമുക്ക് നോക്കാം. വാക്കുകളുടെ അർത്ഥം പിന്നീട് ഞാൻ നിങ്ങൾക്ക് സ്ലൈഡായിട്ട് നൽകുന്നതായിരിക്കും. പുസ്തകത്തിൽ വാക്കുകളുടെ അർത്ഥമുണ്ട് എങ്കിലും അത് പിന്നീട് നൽകുന്നതായിരിക്കും. ഇപ്പോൾ വായിച്ച് ആശയം പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. मैं हमेशा की तरह मेट्रो में स्केचिंग करता घर लौट रहा था. तभी एक लड़की पास आकर मेरा काम देखने लगी. उसका नाम लुआना था. उसे काम इतना दिलचस्प लगा कि उसने अपना विजिटिंग कार्ड मुझे दिया और मिलने का वादा किया. कुछ दिनों के बाद वो अपने दोस्त मानुअल के साथ मुझसे मिलने आई. उनकी संस्था कला थिएटरों इटली के फ्रियूली इलाके में एक चलता फिरता थिएटर शुरू करना चाहती थी. इसमें चित्रकार, संगीतकार, डांसर, फोटोग्राफर सब होने थे. നമുക്ക് ആശയത്തിലേക്ക് വരാം. मैं हमेशा की तरह मेट्रो में स्केचिंग करता घर लौट रहा था. ഇദ്ദേഹം പതിവ് പോലെ മെട്രോയിൽ സ്കെച്ചിങ് നടത്തിയതിനു ശേഷം തിരികെ വീട്ടിലേക്ക് വരികയായിരുന്നു. സ്കെച്ചിങ് എന്ന് പറഞ്ഞാൽ രേഖാചിത്രം വരയ്ക്കുക അല്ലെങ്കിൽ ചിത്രം വരയ്ക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചിത്രം വരച്ചതിന് ശേഷം അദ്ദേഹം വീട്ടിലേക്ക് പതിവ് പോലെ തിരികെ വരുന്ന ഒരു സമയം. തബി ഏക് ലഡ്കി പാസ് ആക്കർ മേരാ കാം ദേഖ്നെ ലഗി. അങ്ങനെ ചിത്രം വരച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു പെൺകുട്ടി
അടുത്തു വന്ന് അദ്ദേഹം ചെയ്യുന്ന ജോലികൾ നോക്കി നിൽക്കുകയാണ്. ഉസ്കാ നാം ലുവാന ഥ. ആ പെൺകുട്ടിയുടെ പേരാണ് ലുവാന. ഉസെ കാം ഇത്തനാ ദിൽചസ്പ് ലഗാ കി ഉസ്നെ അപ്ന വിസിറ്റിംഗ് കാർഡ് മുझे ദിയ. ഇദ്ദേഹം വരയ്ക്കുന്ന ചിത്രങ്ങൾ കണ്ട് ആ പെൺകുട്ടിക്ക് അദ്ദേഹത്തിൻ്റെ ജോലി ഇത്തനാ ദിൽചസ്പ് ലഗ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. കി അതായത് ഉസ്നെ അപ്ന വിസിറ്റിംഗ് കാർഡ് മുझे ദിയ. അവളുടെ വിസിറ്റിംഗ് കാർഡ് നമ്മുടെ ലേഖകന് അല്ലെങ്കിൽ എലൻ ഷായ്ക്ക് കൊടുക്കുകയാണ്. ഓർ മിൽനെ കാ വാദാ കിയ എന്ന് മാത്രമല്ല, തീർച്ചയായും വീണ്ടും കാണാം എന്ന് വാക്ക് പറഞ്ഞു. കുച്ച് ദിനോं के बाद वो अपने दोस्त മാനുവൽ के साथ मुझसे मिलने आई. അല്പ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവളുടെ കൂട്ടുകാരനായ മാനുവലിൻ്റെ കൂടെ ലേഖനെ കാണാൻ വരികയാണ്. उनकी संस्था कला थिएटरों इटली के फ्रिवूली इलाके में एक चलता फिरता थिएटर शुरू करना चाहती थी. അവൾ വന്നതിന് കാരണമുണ്ട്. അവൾക്കൊരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനത്തിൻ്റെ പേരാണ് ഉൻകി സംസ്ഥ. സംസ്ഥ എന്ന് പറഞ്ഞ സ്ഥാപനം. സ്ഥാപനത്തിൻ്റെ പേരെന്താണ്? കലാ തിയേറ്ററോ എന്നാണ് അവളുടെ സ്ഥാപനത്തിൻ്റെ പേര്. ഇറ്റലിക്ക് ഫ്രിവൂലി ഇലാക്കെ മേം എക്ക് ചൽത്താ ഫിർത്ത തിയേറ്റർ ശുരു കർണാ ചാഹത്തി തി. ആ സ്ഥാപനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഇറ്റലിയിലെ ഫ്രിവൂലി എന്ന് പറയുന്ന പ്രദേശത്ത്, ഇലാക്ക എന്ന് പറഞ്ഞാൽ പ്രദേശമെന്നാണ്, അവിടെ എക്ക് ചൽത്താ ഫിർത്ത തിയേറ്റർ ശുരു കർണാ ചാഹത്തി തി. അവിടെ ചുറ്റിക്കറങ്ങി നടക്കുന്ന ഒരു തിയേറ്റർ തുടങ്ങാൻ അവൾ ആഗ്രഹിക്കുന്നു. എന്താണ് ചുറ്റിക്കറങ്ങി നടക്കുന്ന തിയേറ്റർ എന്നാണ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ നാട്ടിലൊക്കെ സിനിമാ തിയേറ്റർ അല്ലെങ്കിൽ നാടക തിയേറ്റർ എന്ന് പറഞ്ഞാൽ അത് ഒരു സ്ഥലത്താണ് അല്ലേ. പക്ഷേ ഈ ചുറ്റിക്കറങ്ങി നടക്കുന്ന തിയേറ്റർ എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിൽ പോയി കലാപരിപാടികൾ അവതരിപ്പിക്കുന്ന ആ തിയേറ്റർ. അതായത് ഒരു സ്ഥലത്ത് ചെന്ന് അവിടെ ഏകദേശം ഒരു തിയേറ്റർ സെറ്റ് ചെയ്യുക. ഒരു നമുക്ക് നാടകമാണെങ്കിൽ സ്റ്റേജ് എന്ന് പറയാം. സ്റ്റേജ് സെറ്റ് ചെയ്തതിന് ശേഷം അവിടെ പ്രോഗ്രാം അവതരിപ്പിക്കുന്ന ആ രീതി ഉണ്ട്. പഴയകാലത്തത് വളരെയധികം ഫേമസ് ആയിരുന്ന ആ രീതി. അതാണ് ചൽത്താ ഫിർത്ത തിയേറ്റർ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ഇസ്മേ ചിത്രകാർ, സംഗീത്കാർ, ഡാൻസർ, ഫോട്ടോഗ്രാഫർ സബ് ഹോനെ. അങ്ങനെ തിയേറ്റർ ചുറ്റിക്കറങ്ങി നടക്കുന്ന ആ തിയേറ്ററിൽ എല്ലാ വിധത്തിലുള്ള കലാകാരന്മാരും ഉണ്ട്. ഒരാൾ തന്നെയല്ല. അതിൻ്റെ അകത്ത് ചിത്രകാരന്മാരുണ്ട്, പാട്ട് പാടുന്നവരുണ്ട്, ഡാൻസർമാരുണ്ട്, ഫോട്ടോഗ്രാഫർമാരുണ്ട്. അങ്ങനെ സാധിക്കുന്നത്ര രീതിയിൽ കഴിവുള്ളത്ര കലാകാരന്മാരെ ചേരുന്നവരെയൊക്കെ, അത് ഇന്ന സ്ഥലത്തു നിന്നുള്ളവരെന്നില്ല, ലോകത്തിൻ്റെ ഏത് ഭാഗങ്ങളിൽ നിന്ന് വേണേലും അവർ ഈ കഴിവുള്ളവരെ എടുക്കും. അങ്ങനെയുള്ളവരുടെ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ട്രൂപ്പ് ആണ് ഇത്തരം തിയേറ്ററുകൾ. അപ്പോൾ അവൾക്ക് അങ്ങനെ ഒരു തിയേറ്റർ തുടങ്ങാൻ ആഗ്രഹമുണ്ട്. അതിനാണ് ലേഖകന് വിസിറ്റിംഗ് കാർഡൊക്കെ കൊടുത്ത് അദ്ദേഹത്തെ കാണാനായിട്ട് വന്നത്. നമ്മൾ അടുത്ത പേജിലേക്ക് വരികയാണ്. ചിത്രം കണ്ടോ? അപ്പോൾ ഇത്തരം പല കഴിവുകളുള്ള കലാകാരന്മാരെ ഒന്നിച്ചിരിക്കുന്ന ഒരു ചിത്രമാണ്. അദ്ദേഹം തന്നെ ഒരുപക്ഷെ വരച്ചതായിരിക്കും. സ്കെച്ച് പോലെയാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. ഇനി എന്താണ് യാത്രാവിവരണത്തിൽ അദ്ദേഹം പറയുന്നതെന്ന് നമുക്ക് നോക്കാം. लुआना खुद इस ग्रुप की एक बेहतरीन डांसर है. उन्होंने मुझे इस यात्रा को चित्रों में दर्ज करने का न्योता दिया. मेरे पास खाम के अलावा कोई जवाब न था. നോക്കൂ, ലുവാനയെക്കുറിച്ച് എന്താണ് പറയുന്നത്? ലുവാന ഖുദ് ഇസ് ഗ്രൂപ്പ് കി എക് ബെഹത്തരീൻ ഡാൻസർ ഹെ. ലുവാന എന്ന് പറയുന്ന പെൺകുട്ടി, അവളുടെ പേരാണ്. അവൾ സ്വയം തന്നെ ഒരു നല്ല ഡാൻസറാണ്. അത് എങ്ങനെയുള്ള ഡാൻസറാണ്? ബെഹത്തരീൻ ഡാൻസർ ഹെ. ബെഹത്തരീൻ എന്ന് പറഞ്ഞാൽ വളരെ ശ്രേഷ്ഠയായ, നല്ല കഴിവുള്ള, നിപുണയായ ഒരു ഡാൻസറാണ് അവൾ. അപ്പോൾ ഈ ഗ്രൂപ്പിലെ ഒന്നാം തരം ഡാൻസറാണ് ലുവാന. ഉन्होंने मुझे इस यात्रा को चित्रों में दर्ज करने का न्योता दिया. അദ്ദേഹത്തെ വന്ന് വിളിക്കാനുള്ള കാരണം എന്താണ്? അവർ ഈ യാത്ര പോകുമ്പോൾ ഈ യാത്രയിൽ നടക്കുന്ന കാര്യങ്ങളെ ചിത്രമായിട്ട് രൂപപ്പെടുത്താൻ അല്ലെങ്കിൽ അതിൻ്റെ ചിത്രങ്ങൾ വരയ്ക്കാനാണ് ലേഖകനെ ക്ഷണിച്ചിരിക്കുന്നത്. उन्होंने मुझे इस यात्रा को चित्रों में दर्ज करने का न्योता दिया. അവൾ എന്നെ ഈ യാത്രയിൽ ചിത്രങ്ങൾ രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ക്ഷണിച്ചത്. മേരെ പാസ് ഹാ കെ അലാവ കോയി ജവാബ് ന ഥാ. എൻ്റെ അടുത്ത് ഹാ എന്ന് പറയല്ലാതെ മറ്റൊരു മറുപടി ഇല്ലായിരുന്നു. ഹാ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ശരി, ടീക്ക് ഹേ അല്ലേ, അതൊക്കെയാണ് ഹാ എന്ന വാക്കിൻ്റെ അർത്ഥം. എൻ്റെ അടുത്ത് ഹാ എന്നൊരൊറ്റ വാക്കല്ലാതെ, സമ്മതമാണ് എന്നൊരൊറ്റ വാക്കല്ലാതെ കോയി ജവാബ് ന ഥാ, മറ്റൊരു മറുപടി എനിക്കില്ലായിരുന്നു. വലത്ത് സൈഡിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. മേരെ പാസ് ഹാ കെ അലാവ കോയി ജവാബ് ന ഥാ. ലേഖക് ഇസ് കഥൻ കാ താല്പര്യ ക്യാ ഹേ. എൻ്റെ അടുത്ത് ഹാം, സമ്മതമാണ് എന്ന് പറയുന്നതല്ലാതെ മറ്റൊരു മറുപടി ഇല്ലായിരുന്നു. ലേഖകൻ്റെ ഈ
പറച്ചിലിൻ്റെ അർത്ഥം എന്താണ്? അർത്ഥം നമുക്ക് മനസ്സിലാകും. അദ്ദേഹം ഒരു കലാകാരനാണ് അല്ലേ, വളരെ ശ്രേഷ്ഠനായ ഒരു കലാകാരനാണ്. അപ്പം ചിത്രം വരയ്ക്കാനുള്ള ഓരോ അവസരവും അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നു. അതും കലാകാരന്മാരുടെ കൂടെയാണ് അദ്ദേഹത്തെ യാത്രയ്ക്ക് ക്ഷണിച്ചിരിക്കുന്നത്. യാത്രയും ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു അദ്ദേഹം. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്, എനിക്ക് യെസ് എന്നല്ലാതെ മറ്റൊരു മറുപടി ഇല്ലായിരുന്നു എന്ന് പറയാൻ കാരണം. ക്വസ്റ്റ്യൻ്റെ ആൻസർ പിന്നീട് ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോ ആയിട്ട് തരാം. इस प्रोजेक्ट का मकसद स्लो ट्रैवल का अनुभव लेना था। मध्यकाल में लोग गधे पर सामान बांधकर एक से दूसरी जगह ले जाते थे। हमारा रूट भी एक ऐसा भी मध्यकालीन रास्ता था। यह अलग अलग शहरों से होकर गुजरता था। हमारे साथ पियाको नाम का एक गधा भी था। यहाँ यूं कहें कि हम पियाको के साथ थे। हम उसके पीछे पीछे चल रहे थे। पियाको का मालिक एलिया भी साथ था। तय हुआ कि जहाँ तक हम पियाको रुकेगा हम भी वहीं रुक जाएंगे. ഇവരുടെ യാത്ര വളരെ രസകരമായിട്ട് വിവരിച്ചിരിക്കുന്നു. എന്താണെന്ന് നമുക്കൊന്നുകൂടെ നോക്കാം. ഇസ് പ്രോജക്റ്റ് കാ മക്സദ് സ്ലോ ട്രാവൽ കാ അനുഭവ ലേനാ ഥ. ഈ ഒരു പ്രോജക്റ്റിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്ലോ ട്രാവലിൻ്റെ അനുഭവം എടുക്കുക എന്നാണ്. സ്ലോ ട്രാവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പതിയെ ട്രാവൽ ചെയ്യുക. പെട്ടെന്ന് ട്രെയിനിലോ അല്ലെങ്കിൽ പ്ലെയിനിലോ യാത്ര ചെയ്യുന്നത് പോലെയല്ല, സാവകാശമുള്ള യാത്ര. തീരെ ചൽത്താഹെ. അങ്ങനെ സാവകാശമുള്ള യാത്ര കൊണ്ടുള്ള ഗുണം എന്താണ്? ആ പ്രദേശത്തുള്ള ജനങ്ങളുമായിട്ടും അവരുടെ സംസ്കാരവുമായിട്ടും ഒക്കെ ഇടപെടാനായിട്ട് സാധിക്കുന്നു അല്ലേ. എല്ലാ കൾച്ചറുകളും സംസ്കാരങ്ങളും മനസ്സിലാക്കാനും സാധിക്കുന്നു. അതുപോലെ അവരുടെ മുമ്പിലെ കലാപരിപാടികൾ അവതരിപ്പിക്കാനും സാധിക്കുന്നു. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരായ ഇവരുടെ കഴിവുകൾ അത്തരം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള അവസരവും ഇവർക്ക് കിട്ടുകയാണ്. ഇസ് പ്രോജക്റ്റ് കാ മക്സദ്, മക്സദ് എന്ന ലക്ഷ്യം എന്നാണ്. ഈ പ്രോജക്റ്റിൻ്റെ ലക്ഷ്യം സ്ലോ ട്രാവൽ കാ അനുഭവ ലേനാ ഥ. സാവകാശം യാത്ര ചെയ്ത് നേടുന്ന അനുഭവം നേടുക എന്നുള്ളതായിരുന്നു. മധ്യകാൽ में लोग गधे पर सामान बांधकर एक से दूसरी जगह ले जाते थे. മധ്യകാലഘട്ടത്തിൽ ആൾക്കാർ എങ്ങനെയാണ് യാത്ര ചെയ്തിരുന്നത്? അന്ന് ഇന്നത്തെ പോലെ വാഹനങ്ങളൊന്നും ഇല്ലായിരുന്നു അല്ലേ. അപ്പോൾ സാധനങ്ങൾ ചുമക്കാനായിട്ട് കഴുതകളെയാണ് ഉപയോഗിച്ചിരുന്നത്. ആൾക്കാർ എങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്? ലോഗ് ഗധേ पर सामान बांधकर, കഴുതയുടെ പുറത്ത് സാധനങ്ങൾ വെച്ച് കെട്ടിയിട്ട് ഏക് സെ ദൂസരി ജഗഹ് ലേ ജാത്തേ ഥേ, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ആ കഴുതയും കൊണ്ട് പോകാറുണ്ടായിരുന്നു. നിങ്ങളുടെ മുഖചിത്രം ഖുൽത്തെ നസാര എന്നുള്ള മുഖചിത്രത്തിൽ തന്നെ ഒരു കഴുതയുടെ പുറത്ത് സാധനങ്ങൾ വെച്ച് കെട്ടി വെച്ചിരിക്കുന്ന ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. അത് മധ്യകാലത്തെ സൂചിപ്പിക്കുന്നതാണ്. ഹമാര റൂട്ട് ഭി ഏക് ഐസാ ഹി മധ്യകാലീന രാസ്ത ഥ. ഞങ്ങളുടെ റൂട്ടും ഇതുപോലെ തന്നെയുള്ളൊരു മധ്യകാലീന രാസ്ത ആയിരുന്നു. എന്ന് പറഞ്ഞാൽ എന്താ? മധ്യകാലഘട്ടത്തിലെ ഒരു വഴിയിൽ കൂടെയാണ് ഇവരും പോയിക്കൊണ്ടിരുന്നത്. യഹ് അലഗ് അലഗ് ശഹരോം സെ ഹോക്കർ ഗുസർദാ ഥ. ഇത് പല പല പട്ടണങ്ങളിൽ കൂടെയാണ് കടന്നുപോയത്. ഒരു പട്ടണത്തിലല്ല, പല പല പട്ടണങ്ങളിൽ കൂടെ കടന്നുപോയിരുന്നു. ഹമാരെ സാത്ത് പിയാക്കോ നാം കാ എക് ഗദാ ഭി ഥ. ഇവരുടെ കൂടെയും പഴയ മധ്യകാലഘട്ടത്തിലെ പോലെ ഒരു കഴുത ഉണ്ടായിരുന്നു. ആ കഴുതയുടെ പേരാണ് പിയാക്കോ. ഹമാരെ സാത്ത് പിയാക്കോ നാം കാ എക് ഗദാ ഭി ഥ. ഞങ്ങളുടെ കൂടെ പിയാക്കോ എന്ന പേരായ ഒരു കഴുതയും ഉണ്ടായിരുന്നു. യാ യൂം കഹേക്കി ഹം പിയാക്കോ കെ സാത്ത് ഥേ. അല്ലെങ്കിൽ അങ്ങനെ പറയണ്ട, ഞങ്ങളുടെ കൂടെ കഴുത ഉണ്ടായിരുന്നു എന്ന് പറയണ്ട. പിന്നെ എങ്ങനെ പറയാം? അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, യാ യൂം കഹേ, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ പറയാം. എങ്ങനെ? ഹം പിയാക്കോ കെ സാത്ത് ഥേ. ഞങ്ങൾ പിയാക്കോയുടെ കൂടെ ആയിരുന്നു യാത്ര ചെയ്തത്. ഹം ഉസ്കെ പീച്ചെ പീച്ചെ ചൽ രഹേ ഥേ. ഞങ്ങൾ അവൻ്റെ പുറകെയാണ് പോയിക്കൊണ്ടിരുന്നത്. പിയാക്കോ ക മാലിക് എല്ലിയ ഭി സാത്ത് ഥ. പിയാക്കോയുടെ ഉടമസ്ഥനായ എല്ലിയായും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഈ പേരുകളൊക്കെ നിങ്ങൾ ഓർത്തിരുന്നോണോ? ഒറ്റ വാക്കിലൊക്കെ ചോദിക്കും കേട്ടോ. പിയാക്കോ ക മാലിക് എല്ലിയ ഭി സാത്ത് ഥ. തൈ ഹുവാ കി ജഹാൻ ജഹാൻ പിയാക്കോ രുക്കേഗ ഹം ഫി വഹീം രുക് ജായേങ്കെ. ഇപ്പം ഈ യാത്രക്കിടയിൽ ചില സ്ഥലങ്ങളിലൊക്കെ തങ്ങണം അല്ലേ. ഇവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ ഫുഡൊക്കെ കഴിക്കാനായിട്ട് തങ്ങണം. അങ്ങനെ തങ്ങുന്ന സ്ഥലങ്ങൾ മുൻകൂട്ടി ഇവർ നിശ്ചയിക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് നിശ്ചയിച്ചത്? തൈ ഹുവ, ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു. എന്താണ്? ജഹാൻ ജഹാൻ പിയാക്കോ രുക്കേഗ ഹം ഫി വഹീം രുക് ജായേങ്കെ. എവിടെയാണോ പിയാക്കോ നിൽക്കുന്നത് ഞങ്ങളും അവിടെ നിൽക്കും എന്ന് പറഞ്ഞാൽ നടന്ന് പിയാക്കോ മടുക്കുന്നത് എപ്പോഴാണോ അപ്പോൾ അവൻ നിൽക്കും അല്ലേ. പിയാക്കോ മടുത്തു കഴിഞ്ഞാൽ പിന്നെ അവനെ കൊണ്ട് മുമ്പോട്ട് നടക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ അവർ ആ പ്രകൃതി സ്നേഹിയും കൂടെയാണ് അല്ലേ. തങ്ങളുടെ കൂടെയുള്ള മൃഗത്തെയും അവരൊരു മനുഷ്യനെ പോലെ അവൻ്റെ മടുപ്പുമൊക്കെ പരിഗണിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ നിന്ന് മനസ്സിലാകുന്നത്.
പിയാക്കോ എവിടെയാണോ നിൽക്കുന്നത് അവിടെ ഞങ്ങളും തങ്ങും. ഇതാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. തൈ ഹുവാക്കി ജഹാൻ ജഹാം പിയാക്കോ രുക്കേക. എവിടെയൊക്കെയാണോ പിയാക്കോ തങ്ങുന്നത് അല്ലെങ്കിൽ നിൽക്കുന്നത്, ഹം ഫി വഹീം രുക് ജായേങ്കെ, ഞങ്ങളും അവിടെ നിൽക്കും എന്ന തീരുമാനം എടുക്കുകയാണ്. हमें कहीं पहुंचने की जल्दी नहीं थी. हम रास्ते में कहीं भी रुककर नाचने गाने बजाने लगाते थे. जिस शहर में शाम को परफॉर्म करते वहीं रात गुजारते थे. मैं इन सबको कागज पर उगेरता रहता. शुरुआत नदी से दुआ मांगने से हुई. कादरीना ने एक सुंदर गाना गाया. कईयों की आंखें फीक गई. मुझे नदी से यूं दुआ मांगना बहुत अच्छा लगा. ഇവിടെ ലേഖകൻ അവരുടെ യാത്രയുടെ ആദ്യ ഭാഗത്തെക്കുറിച്ചാണ് പറയുന്നത്. തുടക്കം എങ്ങനെയായിരുന്നു എന്നാണ് വിശദീകരിക്കുന്നത്. അതിമനോഹരമായ ഒരു വർണ്ണനയാണ്. നമുക്ക് നോക്കാം. ഹമേ കഹീം പഹുഞ്ചിനേക്ക് ജൽദി നഹീ ഥി. ഞങ്ങൾക്ക് ഒരിടത്തും എത്തിച്ചേരാൻ തിരക്കില്ലായിരുന്നു. ജൽദി എന്ന് പറഞ്ഞാൽ ധൃതി എന്നാണ്. ഒരു ധൃതിയുമില്ലായിരുന്നു യാത്രയിൽ. എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് വളരെ സാവകാശമാണ് അവർ പോയിക്കൊണ്ടിരുന്നത്. ഹം രാസ്തമേ കഹീം ഫി രുക്കർ നാച്ചിനെ ഗാനെ ബജാനെ ലഗ്തേ. ഞങ്ങൾ വഴിയിൽ എവിടെ വേണേലും നിൽക്കുമായിരുന്നു. അവിടെ നിൽക്കുന്നിടത്ത് എന്ത് ചെയ്യും? നാച്ചിനെ ഗാനെ ബജാനെ ലഗാത്തേ. ഒന്നുകിൽ പാട്ട് പാടാൻ തുടങ്ങും, അല്ലെങ്കിൽ ഡാൻസ് ചെയ്യും, അല്ലെങ്കിൽ വാദ്യമേളങ്ങളോടുകൂടി പാട്ട് പാടും. എന്ത് വേണമെങ്കിലും ചെയ്യും, വഴിയിൽ എവിടെ വേണമെങ്കിലും നിന്ന്. അതായിരുന്നു അവരുടെ യാത്രയുടെ രീതി. ജിസ് ശഹർ മേ ശാം കോ പെർഫോം കർത്തെ വഹീം രാത്ത് ഗുസാർത്തേത്തെ. നടന്ന് വൈകുന്നേരം ഏത് പട്ടണത്തിലാണോ എത്തിച്ചേരുന്നത് അവിടെ അവർ പെർഫോം നടത്തും. പെർഫോം കർണ എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ പ്രകടനങ്ങൾ കാഴ്ചവെക്കുക, കലാപരിപാടികൾ കാഴ്ചവെക്കുന്നു. അങ്ങനെ പെർഫോം നടത്തിയതിന് ശേഷം എന്ത് ചെയ്യും? വഹീം രാത്ത് ഗുസാർത്തേത്തെ. അതേ പട്ടണത്തിൽ തന്നെ രാത്രി കഴിച്ചു കൂട്ടുമായിരുന്നു. മെയിൻ സബ്കോ കാഗസ് പർ ഉഗേർത്ത രഹത്ത. ലേഖകനെ വിളിച്ചത് തന്നെ അതിനാണല്ലേ. ഈ പോകുന്ന യാത്രകളൊക്കെ വരച്ചിടാനായിട്ടാണ് ലേഖകനെ വിളിച്ചത്. അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം കടലാസിൽ വരച്ചിടുമായിരുന്നു. ഉഗേർണ എന്ന് പറഞ്ഞാൽ വരയ്ക്കുക എന്നാണ്. ചിത്രം വരയ്ക്കുന്നതിനാണ് ഉഗേർണ എന്ന് പറയുക. ശുരുവത് നദീസെ ദുവാ മാംഗനെ സെ ഹുയി. യാത്രയുടെ ആരംഭം എങ്ങനെയാണ്? അതിമനോഹരമായിരുന്നു. നദിയുടെ അടുത്ത് ചെന്ന് നിന്ന് ഒരു പ്രാർത്ഥനയോടുകൂടിയാണ്, നദിയോടൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നു. അതോടുകൂടിയാണ് യാത്രയുടെ ആരംഭം. എന്ന് പറഞ്ഞാൽ നദിയുടെ സമീപം ചെന്ന് നിന്നാണ് പ്രാർത്ഥനയോടുകൂടി യാത്ര ആരംഭിച്ചത്. കാതറീനാനെ എക് സുന്ദർ ഗാനാഗായ. ആ സമയം ഇവരുടെ കൂട്ടത്തിലുള്ള ട്രൂപ്പ് അംഗമായ കാതറീന എന്ന് പറയുന്നയാൾ വളരെ മനോഹരമായ ഒരു ഗീതം അല്ലെങ്കിൽ പാട്ട് പാടി. കയ്യോങ്കി ആംഖ്യം ഭീകുകയും. ആ പാട്ട് കേട്ടപ്പോഴേക്കും കുറേയധികം ആൾക്കാരുടെ കണ്ണു നനഞ്ഞു. എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും വികാരനിർഭരമായിട്ടാണ് അവൾ പാട്ട് പാടിയത്. മുച്ചേ നദീസേയും ദുവാ മാംഗന ബഹുത് അച്ചലക. ലേഖകൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ നദിയോട് പോയി പ്രാർത്ഥിക്കുന്നത് കാണുന്നത്. നദിയുടെ അടുത്ത് ചെന്ന് നിന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം യാത്ര തിരിക്കുന്ന ഒരു സംഭവം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമായിരുന്നു. മുച്ചേ നദീസെ യൂം ദുവാ മാംഗന ബഹുത് അച്ചലക. ആ ഒരു പ്രാർത്ഥന അദ്ദേഹത്തിന് അതിമനോഹരമായിട്ട് തോന്നി, വളരെ നല്ലതായിട്ട് തോന്നി. ചോദ്യം വലത്ത് സൈഡ് കിടക്കുന്നു. ഹമേം കഹീം പഹുഞ്ചനേക്ക് ജൽദി നഹീം ഥി. ഇസ് കഥന്മേം കലാ തിയേത്രോ കി കോൻസി വിശേഷത പ്രകട ഹോത്തി ഹെ. ഞങ്ങൾക്ക് ഒരിടത്തും എത്തിച്ചേരാൻ തിരക്കില്ലായിരുന്നു. ഈ ഒരൊറ്റ വാക്യത്തിൽ നിന്ന് കലാ തിയേറ്ററോയുടെ എന്ത് വിശേഷതയാണ് നമുക്ക് മനസ്സിലാകുന്നത്? എന്ത് വിശേഷതയാണ് മനസ്സിലാകുന്നത്? കലാ തിയേറ്ററയിലുള്ളവർ എല്ലാ ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്ത്, ഒരു പ്രദേശത്ത് ചെന്നാൽ അവിടെ ഉള്ളവരുമായിട്ട് മിങ്കിൾ ചെയ്ത് അവരുടെ സംസ്കാരം പഠിക്കാനും അതുപോലെ തങ്ങളുടെ കഴിവുകൾ അവരുടെ മുമ്പിൽ അതിമനോഹരമായിട്ട് പ്രദർശിപ്പിക്കാനും അങ്ങനെ സ്നേഹം പങ്കുവയ്ക്കാനും ഉദ്ദേശിച്ചാണ് യാത്ര നടത്തിയിരുന്നത്. അല്ലാതെ പെട്ടെന്നൊരു യാത്ര പൂർത്തിയാക്കുക എന്നത് മാത്രമായിരുന്നില്ല ആ കലാകാരന്മാരുടെ ഉദ്ദേശം. അതാണ് ഇവിടെ നമുക്ക് മനസ്സിലാകുന്നത്, അല്ലേ? शायद पिया को उसे पार नहीं करना चाहता था. हम फिर रुक गए. कुछ ने आराम किया, कुछ ने फल खाए. इलिया ने पियाको को मनाने की बहुत कोशिश की पर वो टस से मस न हुआ. कोई पाइन खड्डे बाद क्रिस्टीना ने उसे गेहूं की बालियां दिखाई. उसे देखते देखते पियाको सड़क पार कर गया. വളരെ രസകരമായൊരു അനുഭവം ആദ്യം തന്നെ അദ്ദേഹം വിവരിച്ചിരിക്കുന്നു. എന്താണെന്ന് നോക്കുക. അച്ചാനക് പിയാക്കോ ചലത്തെ ചലത്തെ രുക്കുകയാ. തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് നദിയുടെ തീരത്ത് നിന്ന് പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് അവർ യാത്ര ആരംഭിച്ചതെന്ന്, അല്ലേ? കുറച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? അച്ചാനക് പിയാക്കോ ചലത്തെ ചലത്തെ രുക്കുകയാ. പെട്ടെന്ന് പിയാക്കോ നടക്കുന്നതിനിടയിൽ നിന്നു. അങ്ങനെ നിൽക്കാനുള്ള കാരണം എന്താണ്? ആകെ നദി രാസ്ത പാർക്കർ രഹീത്തി. നദി മുന്നിലുള്ള റോഡ് മുറിച്ച്
കടക്കുകയായിരുന്നു. നദി മുന്നിലുള്ള റോഡ് മുറിച്ച് കിടക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവർ പോകുന്ന റോഡിന് കുറുകെ ഒരു നദി ഒഴുകുന്നുണ്ടായിരുന്നു, അല്ലേ? അതാണ് നദി മുന്നിലുള്ള റോഡ് മുറിച്ച് കിടക്കുന്നു എന്ന് പറയാൻ കാരണം. റോഡിന് കുറുകെ ഒരു നദി ഒഴുകിയിരുന്നു. അതായത് ആ നദിയിൽ കൂടെ ഇറങ്ങി വേണം അപ്പുറം കിടക്കാൻ, അല്ലെങ്കിൽ പാലത്തിൽ കൂടെ വേണമായിരിക്കാം അപ്പുറം കിടക്കാൻ. വെള്ളമൊക്കെ കുറവാണെങ്കിൽ ഒരു പക്ഷേ ഇറങ്ങിയായിരുന്നായിരിക്കും നടന്നു പോയിക്കൊണ്ടിരുന്നത്. റോഡിൽ കൂടെ ഒഴുകുന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാം വലിയ ഒഴുക്കുള്ള നദിയായിരിക്കില്ല, ചെറിയ തോതിലുള്ള വെള്ളമൊഴുക്കേ കാണുള്ളായിരിക്കും. അപ്പോൾ ആ വെള്ളത്തിൽ കൂടെ ഇറങ്ങിയായിരിക്കും അക്കരെ കിടക്കുന്നത്. പക്ഷേ ഈ കഴുത എന്ത് ചെയ്തു? ആ വെള്ളം കണ്ടതോടെ അവിടെ നിന്നു. ആകെ നദി രാസ്ത പാർക്കർ രഹീത്തി, മുമ്പിലുള്ള വഴിയിൽ നദി ഇങ്ങനെ കുറുകെ ഒഴുകുന്നുണ്ടായിരുന്നു. ഷായദ് പിയാക്കോ ഉസെ പാർ നഹീം കർണ ചാഹത്താത്ത, ഒരുപക്ഷെ പിയാക്കോ ആ നദി ഇറങ്ങി അക്കരെ കിടക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ലായിരിക്കാം. ഹം ഫീരുക്കുകയെ, പിയാക്കോ നിന്നത് ഞങ്ങളും നിന്നു. കാരണം തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലേ, പിയാക്കോ എവിടെയാണോ നിൽക്കുന്നത് അവിടെ ഞങ്ങൾ നിൽക്കും. ആ ഒരു തീരുമാനത്തോടു കൂടിയാണ് അവർ യാത്ര പുറപ്പെട്ടത്. അപ്പം നദിയുടെ തീരത്ത് വന്നപ്പോൾ പിയാക്കോ നിന്നു, ഇവർ നിൽക്കുകയാണ്. കൊച്ചിനെ ആരാം കിയ, കുറച്ച് പേര് വിശ്രമിച്ചു. കൊച്ചിനെ ഫൽഖായെ, കുറച്ച് പേര് ചില പഴങ്ങളൊക്കെ തിന്നുകയാണ്. എല്ലിയാനെ പിയാക്കോക്കോ മനാനേക്ക് ബഹുത് കോശിസ്കി, പിയാക്കോയുടെ ഉടമസ്ഥനായ എല്ലിയ പിയാക്കോയെ അനുനയിപ്പിക്കാനായിട്ട് ഒത്തിരി ശ്രമിക്കുകയാണ്. ഇവിടെ അനുനയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ആ വെള്ളത്തിൽ കൂടെ ഇറങ്ങി അക്കരെ കടക്കാനായിട്ട് ഒത്തിരി ശ്രമിക്കുകയാണ്. പിയാക്കോക്കോ മനാനേക്ക് ബഹുത്ത് കോശിസ്കി, മനാന എന്ന് പറഞ്ഞാൽ അനുനയിപ്പിക്കുക എന്നാണ്. കോശിസ് കർണ ശ്രമിക്കുക. पर वो टस से मस न हुआ, പക്ഷേ അവൻ ഒട്ടും അനങ്ങിയില്ല. ടസ് സെ മസ് ന ഹോന എന്ന് പറഞ്ഞാൽ അനങ്ങാതിരിക്കുക എന്നാണ്. അതൊരു ഫ്രൈസാണ്, ഹിന്ദിയിലെ ഒരു ശൈലിയാണ് കേട്ടോ. ടസ് സെ മസ് ന ഹുവ എന്ന് പറഞ്ഞാൽ ഒട്ടും തന്നെ അനങ്ങിയില്ല. നിൽക്കുന്നിടത്തുനിന്ന് അല്പം പോലും മുമ്പോട്ട് നടക്കാൻ അവൻ തയ്യാറായില്ല. कोई पैन खंडे बाद क्रिस्टीना ने उसे गेहूं की बालियाम दिखाई, ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞു. 3/4 മണിക്കൂർ അവിടെ നിന്നിട്ടും പിയാക്കോ അപ്പുറം കിടക്കാൻ തയ്യാറായില്ല. അപ്പോഴാണ് ക്രിസ്റ്റീനായ്ക്കൊരു ബുദ്ധി ഉദിച്ചത്. അവൾ എന്ത് ചെയ്തു? ഗേഹും കി ബാലിയാം ദിക്കായി, അവിടുന്ന് ഗോതമ്പിൻ്റെ കുറച്ച് കതിരുകൾ കൊണ്ടുവന്ന് അവനെ കാണിക്കുകയാണ്. അങ്ങനെ കാണിക്കുമ്പോൾ നമുക്കറിയാമല്ലേ, ഗോതമ്പ് അല്ലെങ്കിൽ അതിൻ്റെ കതിരുകൾ തിന്നാനായിട്ട് കഴുതയ്ക്ക് ഇഷ്ടമാണ്. അപ്പം ഭക്ഷണം കണ്ടതോടെ കഴുത എന്ത് ചെയ്തു? ഭക്ഷണത്തിന് വേണ്ടിയിട്ട് മുന്നോട്ട് പോവുകയാണ്. അവൻ മുന്നോട്ട് നടക്കും തോറും ക്രിസ്റ്റീന എന്ത് ചെയ്തു? പുറകോട്ട് പോയി, അല്ലേ? ആ സീനൊന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ വളരെ രസകരമായിട്ട്. അങ്ങനെ വെള്ളത്തിൻ്റെ ശ്രദ്ധ മാറി, വെള്ളത്തെക്കുറിച്ചുള്ള കഴുതയുടെ ശ്രദ്ധ മാറി, തീറ്റയെക്കുറിച്ചായി അവൻ്റെ ശ്രദ്ധ. അങ്ങനെ തീറ്റ കാണിച്ച് അവർ അവനെ നദിയുടെ അക്കരെ കടത്തുകയാണ്. ഉസെ ഗേഹും കി ബാലിയാം ദിക്കായി, അങ്ങനെ ഗോതമ്പിൻ്റെ കതിരുകൾ കാണിച്ചു. ഉസേ ദേഖ്തേ ദേഖ്തേ പിയാക്കോ സടക്ക് പാർക്കുക, അത് നോക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അത് ഇപ്പം കിട്ടുമെന്ന് നോക്കി പിയാക്കോ വെള്ളത്തെക്കുറിച്ച് ചിന്തിക്കാതെ വഴി അക്കരെ കിടക്കുകയാണ്. ഇനി അവിടെ ഒരു ചോദ്യമുണ്ട്. ടസ് സേ മസ് ന ഹുവ ഇസ് പ്രയോഗ ക മതലബ് ക്യാ ഹെ, എന്താണ് ടസ് സേ മസ് ന ഹോന എന്ന് പറഞ്ഞ ന ഹുവ എന്ന ആ പ്രയോഗത്തിൻ്റെ അർത്ഥം? അതിൻ്റെ മലയാളത്തിലുള്ള അർത്ഥം ഒട്ടും അനങ്ങാതിരിക്കുക എന്നാണ്. ടസ് സേ മസ് ഹോന. പർ സഭി ഉസ്കെ സാത്ത് നഹീ ചലേ, പക്ഷേ എല്ലാവരും അവൻ്റെ കൂടെ നദിയക്കര കടന്നില്ല. വേ ബാത്തോമേ മഷ്ഹൂൽ തേ സബ് സാത്ത് തേ മസേമേം തേ, കാരണം എന്താണ്? പിയാക്കോ വിശ്രമിക്കുന്നു എന്ന് കണ്ടതോടെ അവരെല്ലാവരും വിശ്രമിക്കാനിരുന്നു. അങ്ങനെ വിശ്രമിക്കാനിരുന്നപ്പോൾ പല രാജ്യങ്ങളിൽ നിന്നുള്ളവരാണെന്നുള്ള ഒരു വ്യത്യാസമൊന്നും അവർക്കില്ല. അവരെല്ലാവരും ബാത്തോമേ മഷ്ഹൂൽ തേ, സംസാരത്തിൽ മുഴുകിയിരുന്നു. സബ് സാത്ത് സാത്തേ, എല്ലാവരും ഒന്നിച്ചായിരുന്നു. ആരും ഒറ്റയ്ക്ക് മാറിയിരിക്കുക ഒന്നും ചെയ്തില്ല. സബ് സാത്ത് ഥേ, എല്ലാവരും ഒന്നിച്ചിരുന്നു, ഒരു സംസാരത്തിൽ മുഴുകിയിരുന്നു. മസേമേം ഥേ എന്ന് തന്നെയല്ല, എല്ലാവരും വളരെ സന്തോഷത്തിലായിരുന്നു. മസ എന്ന് പറഞ്ഞാൽ ആനന്ദം, സന്തോഷം. എല്ലാവരും നല്ല സന്തോഷത്തിൽ ആയിരുന്നു. कादरीना उस पर गेहूं के खेत में जाकर गाने लगी. उसके गाने में इतनी कशिश थी कि सब खींचे चले आए. कुछ ने खेत से बालियां उचकाई. मैंने एक हाथ में उल्टा पकड़ा पौधा देखा. उसकी जड़ ऊपर थी जो फूलों की तरह लग रही थी. ഇനി പറഞ്ഞു എന്താണ്, നമ്മുടെ പിയാക്കോ നദി കുറുകെ കടന്നു. പക്ഷേ എല്ലാവരും അവൻ്റെ കൂടെ നദി കുറുകെ കടക്കാൻ തയ്യാറായില്ല. എല്ലാവരും വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വളരെ ഒന്നിച്ചിരുന്ന് സന്തോഷത്തോടുകൂടി അവർ എല്ലാവരും കൂടെ ഇരിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷെ അവർക്ക് യാത്ര തുടരണമല്ലോ. അങ്ങനെ ഇരുന്നപ്പോഴാണ് എന്ത് സംഭവിച്ചത്? കാദറീന ഉസ്പാർ ഗേഹൂങ്കി ഖേത്ത് മേൻ ജാക്കർ ഗാനയിലേക്ക്. കാദറീന എന്ന് പറയുന്ന അവരുടെ കൂടെയുള്ള നല്ല പാട്ടുകാരി, കലാകാരി, അവൾ എന്ത് ചെയ്തു? നദി അക്കരെ കടന്ന് അവിടെ ഒരു ഗോതമ്പിൻ്റെ വയലുണ്ടായിരുന്നു. ആ വയലിൽ പോയി പാട്ട് പാടാൻ തുടങ്ങി. ഉസ്കെ ഗാനമേ ഇത്തിനി കശിസ്തി, അവളുടെ പാട്ടിന് വളരെ ആകർഷകത്വം ഉണ്ടായിരുന്നു, വളരെ ആകർഷകമായിരുന്നു. കശിസ് എന്ന് പറഞ്ഞാൽ ആകർഷണം എന്നാണ്.
ആ ആകർഷണം എത്രത്തോളം ഉണ്ടായിരുന്നു? സബ് ഖീഞ്ചേ ചലയായേ, എല്ലാവരും ആ പാട്ടിൻ്റെ സ്വരം കേട്ട് അങ്ങോട്ടേക്ക് ആകർഷിക്കപ്പെട്ടു. കാന്തം വലിച്ചടുപ്പിക്കുന്നത് പോലെ എല്ലാവരെയും അങ്ങോട്ടേക്ക് ആ പാട്ട് വലിച്ചടുപ്പിച്ചു. എന്ന് പറഞ്ഞാൽ നദിയുടെ അക്കരെ കടക്കാൻ തയ്യാറാകാതെ നിന്ന യാത്രക്കാരെല്ലാവരും ഇക്കരെ ഗോതമ്പ് വയലിൽ നിന്ന് കാതറിഞ്ഞയുടെ പാട്ട് കേട്ടതോടുകൂടി എല്ലാവരും അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നു. കൊച്ചിനെ കേത്തസേ ബാലിയ മുച്ചക്കായി. അങ്ങനെ വയലിൽ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് പേര് ആ വയലുകളിൽ നിന്ന് കതിരുകളൊക്കെ പൊട്ടിച്ചെടുത്തു. മുച്ചക്കാന എന്ന് പറഞ്ഞാൽ മുറിച്ചെടുക്കുക അല്ലെ പൊട്ടിച്ചെടുക്കുക എന്നാണ്. പച്ചയ്ക്കുള്ള ഗോതമ്പ് കതിരുകളൊക്കെ വെറുതെ പൊട്ടിച്ചെടുത്തു. മേനെ ഏക ഹാത്തമേ ഉൽട്ടാ പകടാ പൗധാതേക്ക. ഒരാളുടെ കയ്യിൽ, ഒരാളാണെങ്കിൽ ഗോതമ്പ് ചെടിയോടെ പിഴുതെടുത്തു. കാണുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം. അങ്ങനെ പിഴുതെടുത്തപ്പോൾ ദേഹൻ നോക്കുമ്പോൾ കാണുന്നത് എന്താണ്? ഉൽട്ടാ പകടാ പൗധാതേക്ക, കമഴ്ത്തി പിടിച്ചിരിക്കുന്ന ഒരു ചെടിയാണ് ലേഖകൻ ഒരാളുടെ കയ്യിൽ കാണുന്നത്. ഉസ്കി ജഡ് ഊപ്പർധി. അങ്ങനെ കമഴ്ത്തി പിടിക്കുമ്പോൾ അതിൻ്റെ വേരുകൾ മുകൾ വശത്തായിരുന്നു. ജോ ഫൂലോങ്കി തരഹ് ലഘുരഹീത്തി. ആ വേരുകൾ കണ്ടാൽ അത് തന്നെ ഒരു പൂക്കളാണെന്ന് തോന്നുമായിരുന്നു. അതായത് ഗോതമ്പ് ചെടി വേരോടെ പിഴുതെടുത്ത് കുനിച്ചു പിടിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ പുറംതിരിച്ച് പിടിച്ചിരിക്കുകയാണ്. അപ്പം മുകൾ ഭാഗത്ത്, വേരുള്ള ഭാഗമാണ് മുകൾ ഭാഗത്ത് വന്നിരിക്കുന്നത്. ആ വേര് കണ്ടിട്ട് അതുപോലും പൂക്കളെ പോലെയാണ് ലേഖകന് അനുഭവപ്പെട്ടത്. വലത്ത് സൈഡിലുള്ള ചോദ്യം നോക്കുക. ഉസ്കി ജഡ് ഊപ്പർത്തി ജോ ഫൂലോങ്കി തരക് ലഘുരഹീത്തി. അതിൻ്റെ വേരുകൾ മുകളിലായിരുന്നു, അത് പൂക്കളെ പോലെ തോന്നി. ഐസ കോയി ദൃശ്യ ആപ്നെ കാഫി കുച്ച് അലഗ് തരീക്കെ സെ മഹ്സൂസ് കിയാ ഹേ. ഇങ്ങനെ ഒരു ദൃശ്യം നിങ്ങൾ എന്തെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ? വ്യത്യസ്തമായ രീതിയിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ എന്നാണ് ഒരു ചോദ്യം. ഇത് സ്വന്തം അനുഭവം എഴുതാനുള്ള ഒരു ചോദ്യമാണ്. ഇനി ഒരു ചിത്രം കൊടുത്തിരിക്കുന്ന നോക്കിയേ. ഒരു കുട്ടിയുടെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. എഹേ മൈത്തേയോ ആധാ ഫ്രഞ്ച് ആധാ ഇറ്റാലിയൻ. മൈത്തേയോ स्लोवेनिया और इटली के बॉर्डर पर रहता है. हमारी मंडली का सबसे छोटा सदस्य. हम उसे बच्चा बच्चा बुलाते थे, पर जब वो संगीत बजाता तो जैसे समा बंध जाता था. अर्काडियन पर उसकी बजाई खूबसूरत धुनें हवाओं को तिरका देती थी. ഇനി ആ ഗ്രൂപ്പിലെ ഒരു പാട്ടുകാരനെ കുറിച്ച്, ഒരു വാദ്യസംഗീതം മുഴക്കി പാട്ട് പാടുന്ന ഒരാളെ കുറിച്ചാണ് ലേഖകൻ പറഞ്ഞിരിക്കുന്നത്. ചിത്രവും കൊടുത്തിട്ടുണ്ട്. അവൻ്റെ രേഖാചിത്രം വരച്ചിരിക്കുന്നതാണ് ലേഖകൻ കൊടുത്തിരിക്കുന്നത്. യഹ്ഹേ മൈത്തേയോ, അവൻ്റെ പേരാണ് മൈത്തേയോ എന്ന്. അവൻ്റെ പ്രത്യേകത എന്താണ്? ആധാ ഫ്രഞ്ച് ആധാ ഇറ്റാലിയൻ. പകുതി ഫ്രഞ്ചുകാരനാണ്, പകുതി ഇറ്റാലിയനാണ്. എന്ന് പറഞ്ഞാൽ മൈത്തേയോ സ്ലോവേനിയ और इटली के बॉर्डर पर रहता है. സ്ലോവേനിയയുടെയും ഇറ്റലിയുടെയും അതിർത്തിയിലാണ് മൈത്തേയോ ജീവിക്കുന്നത്. രണ്ട് പ്രദേശങ്ങളുടെ അതിർത്തിയിൽ ജീവിക്കുന്നയാൾക്ക് രണ്ട് സംസ്കാരങ്ങളും കിട്ടും അല്ലേ. ഇപ്പോൾ തമിഴ് അല്ലെങ്കിൽ മലയാളം നമുക്കറിയാം. പാലക്കാട് ഭാഗത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ മലയാളം സംസാരിക്കുന്നത് പോലെ തന്നെ അവർക്ക് തമിഴും വഴങ്ങും. എന്താ കാരണം? അതിർത്തി പ്രദേശമായ കാരണം രണ്ട് സംസ്കാരങ്ങളും അവർക്ക് ഉൾക്കൊള്ളാനായിട്ട് പറ്റും. അപ്പോൾ രണ്ട് ഭാഷകളും പഠിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ മൈത്തേയോ സ്ലോവേനിയ और इटली के बॉर्डर पर रहता है. സ്ലോവേനിയയുടെയും ഇറ്റലിയുടെയും ബോർഡറിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ലേഖകൻ പറഞ്ഞിരിക്കുന്നത് ആധാ ഫ്രഞ്ച് ആധാ ഇറ്റാലിയൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഹമാരി മണ്ഡലിക്ക് സബ്സെ ചോട്ടാ സദസ്യ. ഞങ്ങളുടെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ ട്രൂപ്പാണ് ഉദ്ദേശിക്കുന്നത്. കലാകാരന്മാരുടെ ഗ്രൂപ്പിന് നമ്മൾ ട്രൂപ്പ് എന്നാണ് പറയുന്നത് അല്ലേ. ഞങ്ങളുടെ ട്രൂപ്പിലെ ഏറ്റവും ചെറിയ പയ്യനാണ്, ഏറ്റവും ചെറിയ അംഗമാണ് എന്ന് പറഞ്ഞാൽ പ്രായം കൊണ്ട് ചെറുപ്പമായിരിക്കാം ഉദ്ദേശിക്കുന്നത്. ഹമുസെ ബെച്ച ബെച്ച ബുലാത്തേത്തെ. ഞങ്ങളെല്ലാവരും അവനെ മോനെ കുട്ടി എന്നാണ് വിളിക്കുന്നത്. ബെച്ച എന്ന് പറഞ്ഞാൽ കുട്ടി അല്ലേ. മോനെ കുട്ടി എന്നൊക്കെയാണ് അവനെ വിളിച്ചുകൊണ്ടിരുന്നത്. പർ ജെ വോ സംഗീത് ബജാത്താ തോ ഉസേ ജൈസെ സമാ ബന്ദ് ജാത്താ താ. കുട്ടി കൊച്ച എന്നൊക്കെയാണ് വിളിക്കുന്നെങ്കിലും അവൻ സംഗീതം വായിക്കാൻ തുടങ്ങുമ്പോൾ, അവൻ്റെ വാദ്യോപകരണം വെച്ച് സംഗീതം വായന കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ജൈസെ സമാ ബന്ദ് ജാത്താ താ. ഞങ്ങളെല്ലാവരും സ്തബ്ധരായി പോകുമായിരുന്നു എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും കഴിവാണ് അവന് ആ സംഗീത വായനയിൽ. അവൻ എന്താണ് വായിച്ചിരുന്നത്? അർക്കോഡിയൻ പർ ഉസ്കി ബജായി ഖൂബ്സൂരത് ധുനേം ഹവാവോങ്കോ തിർക്കാ ദേത്തി തി. അർക്കോഡിയൻ എന്ന് പറയുന്ന സംഗീത ഉപകരണമാണ്. നമ്മുടെ മലയാളത്തിൽ പറഞ്ഞാൽ കൈക്കിന്നരം എന്ന് പറയും. അപ്പോൾ അർക്കോഡിയൻ എന്ന് പറയുന്ന ആ സംഗീത ഉപകരണത്തിൽ അവൻ ശ്രുതി മീട്ടുന്നത് കേട്ടാൽ, അല്ലെ രാഗം മീട്ടുന്നത് കേട്ടാൽ വായു പോലും നൃത്തം ചെയ്യുമായിരുന്നു. ഹവാവോം കോ ധിർക്കാ ദേത്തി. ആ സമീപത്തുള്ള വായു പോലും ആ സ്വരം കേട്ട്, കാറ്റ് പോലും ആ അവൻ്റെ സ്വരം കേട്ട് നൃത്തം ചെയ്യുമായിരുന്നു എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതിമനോഹരമായിട്ട് അർക്കോഡിയൻ എന്ന് പറയുന്ന സംഗീത ഉപകരണം പ്ലേ ചെയ്യാൻ അവന് സാധിച്ചിരുന്നു. അത് എല്ലാവരെയും
അവൻ്റെ ആ വായന സ്തബ്ധരാക്കിയിരുന്നു എന്നാണ് പറയുന്നത്. दिन में हम जहाँ भी गुजरते लोग हमें शो का न्योता देते थे. एक महिला ने अपनी बालकनी पर आकर कहा कि वे चल नहीं सकती है, इसलिए नहीं आ पाएगी. यह सुनकर मैत्रेय ने वहीं खड़े होकर उनके लिए परफॉर्म किया. मैं जैतून के एक पेड़ के नीचे बड़े से कैनवास पर चित्र बना रहा था. स्टेज भी वहीं था जहाँ परफॉर्मेंस हो रहे थे. अपने पसंदीदा पेड़ के नीचे बैठ मैं बड़ा खुश था. मुझे जैतून की पत्तियाँ बहुत सुंदर लगती है. मैंने उस शहर के चर्चों को उल्टा बनाया अपने पेन की तरह. मैं यह बना ही रहा था कि कादरीना गाते गाते रोने लगी. उसी समय जैतून के कुछ पत्ते मेरी स्केचबुक पर गिरे. मुझे वो आंसू की तरह लगे. ഇനി അദ്ദേഹം സ്വന്തം രചനയെക്കുറിച്ചും അതുപോലെ നമ്മൾ മുമ്പത്തെ പേജിൽ കണ്ട മൈത്തേയോയുടെ ഒരു പ്രകടനത്തെക്കുറിച്ചുമാണ് പറയുന്നത്. എന്താണ് പറയുന്നത് നോക്കാം. दिन में हम जहाँ से भी गुजरते लोग हमें शो का न्योता देते थे. പകൽ സമയങ്ങളിൽ ഞങ്ങൾ ഏത് പ്രദേശത്തു കൂടിയൊക്കെയാണോ കടന്നു പോയത് അവിടെ ഉള്ളവരെല്ലാവരും ഞങ്ങളെ വീണ്ടും അവിടെ ഷോ നടത്തുന്നതിന് വേണ്ടി ക്ഷണിച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ കലാകാരന്മാരുടെ പ്രകടനം എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ വീണ്ടും അവിടെ ഷോ നടത്താൻ വേണ്ടി അവർക്ക് അപ്പോൾ തന്നെ ക്ഷണവും കിട്ടിയിരുന്നു. ഏക് മഹിളാനെ അപ്നി ബാൽക്കണി പർ ആക്കർ കഹ. അങ്ങനെ പോകുമ്പോൾ ഒരിടത്ത് ചെല്ലുമ്പോൾ എന്ത് സംഭവിച്ചു? ഒരു സ്ത്രീ അവളുടെ വീടിൻ്റെ ബാൽക്കണിയിൽ വന്ന് നിന്നിട്ട് പറയുകയാണ്, വേ ചലനഹി സക്തി ഹേ, അവൾക്ക് നടക്കാൻ പറ്റില്ല. ഒരുപക്ഷെ അവൾ എന്താണ് ജന്മന നടക്കാൻ പറ്റില്ലാത്ത ഒരു സ്ത്രീ ആയിരിക്കാം, അല്ലെങ്കിൽ വയസ്സ് എന്നതുകൊണ്ട് നടയൊക്കെ ഇറങ്ങി വരാൻ ബുദ്ധിമുട്ടായതിനാലായിരിക്കാം. ഏതായാലും ഇങ്ങനെ പറഞ്ഞു, എനിക്ക് നടക്കാൻ പറ്റില്ല എന്ന സ്ത്രീ വന്ന് പറയുകയാണ്. इसलिए नहीं आ पाएगी, അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റില്ല. യഹ സുൻകർ മൈത്തേയോനെ വഹിയും കടേ ഹോക്കർ ഉൻകെ ലിയെ പെർഫോം കിയ. ഇത് കേട്ടത് മൈത്തേയോ എന്താ ചെയ്തത്? അവളുടെ വീടിൻ്റെ മുമ്പിൽ ചെന്ന് നിന്ന് അവിടെ നിന്നുകൊണ്ട് അവൾക്ക് വേണ്ടി മാത്രമായിട്ട് പെർഫോമൻസ് നടത്തുകയാണ്. എന്ന് പറഞ്ഞാൽ അവൻ്റെ അർക്കാഡിയൻ എന്ന് പറയുന്ന ആ വാദ്യം അവൾക്ക് വേണ്ടി മാത്രമായിട്ട് അവൻ അവിടെ ചെന്ന് നിന്ന് വായിക്കുകയാണ്. ചോദ്യം നോക്കിയേ. ബാൽക്കണി മേം ഖടി മഹിള കെ ലിയെ മൈത്തേയോനെ വഹീം ഖടേ ഹോക്കർ പെർഫോം കിയ. ബാൽക്കണിയിൽ നിന്നിരുന്ന സ്ത്രീക്ക് വേണ്ടി മൈത്തേയോ അവിടെ തന്നെ പ്രകടനം നടത്തി. യഹ മൈത്തേയോ ക കോൻസ മനോഭാവ് പ്രകട ഹോത്താ ഹെ. ഇവിടെ നമുക്ക് മൈത്തേയോയുടെ എന്ത് മനോഭാവമാണ് പ്രകടമാകുന്നത്? എന്ത് മനോഭാവമാണ് പ്രകടമാകുന്നത്? മൈത്തേയോ എല്ലാ ആൾക്കാരെയും ബഹുമാനിച്ചിരുന്നു എന്നുള്ളതാണ് അല്ലേ. ഒരുപക്ഷെ അംഗവിഹീനരായവരായിരിക്കാം, അല്ലെങ്കിൽ വയ്യാത്തവരായിരിക്കാം, വൃദ്ധരായിരിക്കാം, എങ്ങനെയുള്ളവരാണേലും എല്ലാത്തരം ആൾക്കാരെയും കലാകാരൻ എന്ന നിലയിൽ നല്ല കഴിവുള്ള വ്യക്തിയായിട്ടും യാതൊരു അഹങ്കാരവുമില്ലാതെ മറ്റുള്ളവരെ ബഹുമാനിക്കാൻ അദ്ദേഹം ശീലിച്ചിരുന്നു എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാകുന്നത്. मैं जैतून के एक पेड़ के नीचे बड़े से ക്യാൻവാസ് पर ചിത്ര ബനാ രഹാ ഥാ. നമ്മുടെ ലേഖകൻ്റെ ജോലി എന്ന് പറയുന്നതിന് ചിത്രം ഉണ്ടാക്കുക എന്നുള്ളതാണ് അല്ലേ. അദ്ദേഹം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? मैं जैतून के एक पेड़ के नीचे बड़े से ക്യാൻവാസ് पर ചിത്ര ബനാ രഹാ ഥാ. ഞാൻ ഒരു ഒലിവ് മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് ഒരു വലിയ ക്യാൻവാസിൽ ചിത്രമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. സ്റ്റേജ് ഭി വഹീം ഥാ. പെർഫോമൻസിനുള്ള സ്റ്റേജും അവിടെ തന്നെയായിരുന്നു. ജഹാം പെർഫോമൻസ് ഹോ രഹേ തെ. ആ സമയം മറ്റുള്ള കലാകാരന്മാർ അവിടെ പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്നെ പസന്ദീദ പേട് കെ നീച്ചെ ബൈഠ് മേം ഖുശ് ഹുവ. ലേഖകന് ഒത്തിരി ഇഷ്ടമുള്ള മരമാണ് ഒലിവ് മരം. പസന്ദീദ എന്ന് പറഞ്ഞാൽ ഫേവറേറ്റ് എന്നാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ആയിട്ടുള്ള ആ മരത്തിൻ്റെ ചൂട്ടിൽ ഇരുന്നപ്പോൾ അദ്ദേഹത്തിന് വളരെ സന്തോഷം അനുഭവപ്പെട്ടു. മുച്ചെ ജൈത്തൂൻ കി പത്തിയാം ബഹുത് സുന്ദർ ലഗ്തി ഹെ. കാരണം എന്താണ്? അദ്ദേഹത്തിന് ഒലിവ് മരത്തിൻ്റെ ഇലകൾ വളരെയധികം ഇഷ്ടമായിരുന്നു. മേനെ ഉസ് ശഹർക്ക് ചർച്ചോങ്കോ ഉൽട്ടാബനായ. അദ്ദേഹം അവിടെ ഇരുന്ന് വരച്ച ചിത്രങ്ങൾ എന്തൊക്കെയാണ്? ഒലിവ് മരത്തിൻ്റെ ചൂട്ടിലിരുന്ന് വരച്ച ചിത്രങ്ങൾ എന്തൊക്കെയാണ്? ഉസ് ശഹർക്ക് ചർച്ചോങ്കോ ഉൽട്ടാബനായ. ആ പട്ടണത്തിലെ പള്ളികളെല്ലാം അദ്ദേഹം തലകുത്തനെ വരയ്ക്കുകയാണ്. ഉൽട്ടാബനായ, അതായത് തലതിരിച്ച് വരയ്ക്കുകയാണ്. എങ്ങനെയാണ്? അപ്നെ പെൻകി തരം, ഒരു പേന പോലെ. നോക്കൂ, അവിടെ ചിത്രം നിങ്ങളുടെ പുസ്തകത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, ഒരു പേനയുടെ ചിത്രം അല്ലേ. കണ്ടോ? ഈ പേനയുടെ ചിത്രം പോലെ അദ്ദേഹം ആ പേനയുടെ ഷേപ്പിൽ ആ പട്ടണത്തിലെ പള്ളികളുടെ എല്ലാം ചിത്രം വരയ്ക്കുകയാണ്. അപ്നെ പെൻകി തരം മേ എഹ് ബനാഹി രഹാത്താക്കി കാതറീന ഗാത്തെ ഗാത്തെ രോനയിലേക്ക്. ഞാനിത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ ഇത് കണ്ടിട്ട് സന്തോഷം കൊണ്ട്
കാതറീന പാടിപ്പാടി കരയാൻ തുടങ്ങി എന്നാണ്. കാതറീന ഗാത്തെ ഗാത്തെ രോനെ ലഗി. ഉസി സമയ ജൈത്തൂൻ കെ കുച്ച് പത്തെ മേരി സ്കെച്ച് ബുക്ക് പർ ഗിരാം. ആ സമയം തന്നെ കാതറീന പാട്ട് പാടിപ്പാടി കരഞ്ഞ അതേ സമയം തന്നെ ഈ ഒലിവ് മരത്തിൻ്റെ കുറേ ഇലകൾ എൻ്റെ സ്കെച്ച് ബുക്കിലേക്ക് വീഴുകയാണ്. മുച്ചേ ഓ ആംസൂക്കി തിരക്ക് ലഹേ. അത് കണ്ടിട്ട് ആ ഇലകളെ കണ്ടിട്ട് ലേഖന് തോന്നുന്നത് എന്താണ്? അത് കണ്ണുനീർ മുത്തായിട്ടാണ് തോന്നുന്നത്. ഹമാര പിച്ചല പെർഫോമൻസ് അച്ഛാ നഹി ഹുവ. എങ്ങനെയാണേലും ഞങ്ങളുടെ കഴിഞ്ഞ തവണത്തെ പെർഫോമൻസ് അത്ര നല്ലതല്ലായിരുന്നു. എന്താ കാരണം? ഹം സബ് തനാവുമേം ഥേ. ഞങ്ങളെല്ലാവരും അല്പം ടെൻഷനിലായിരുന്നു എന്നാണ് പറയുന്നത്. എന്താണ് അവരുടെ ടെൻഷൻ്റെ കാര്യം എന്നൊക്കെ നമുക്ക് നോക്കാം. पर आज जैसे ही कुर्दिस्तान के अस्थि और ईरान के मेहंदी ने साज बजाते हुए गाना शुरू किया तो सब मजे से उनके आसपास नाचने लगे. अचानक लगा जैसे हम किसी धागे से बंधे हुए हैं. लगा जैसे हम जैतून की पत्तियों से सरसरा रहे हैं. തലേ ദിവസത്തെ പെർഫോമൻസിനെ കുറിച്ച് ലേഖൻ പറഞ്ഞു അല്ലേ. ഇന്നലത്തെ ഞങ്ങളുടെ പെർഫോമൻസ് അത്ര നല്ലതല്ലായിരുന്നു, എല്ലാവരും അല്പം ടെൻഷനിലായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് ആജ് ജൈസെ ഹി കുർദിസ്ഥാൻ കെ അസ്ഥി ഔർ ഇറാൻ കെ മെഹന്തി. രണ്ട് രാജ്യങ്ങളിലെ രണ്ട് പേരുടെ പേരാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ. കുർദിസ്ഥാനിൽ നിന്നുള്ള അസ്ഥിയും ഇറാനിൽ നിന്നുള്ള മെഹന്തിയും. രണ്ടുപേരും എന്താ ചെയ്യുന്നത്? സാജ് ബജാത്തെ ഹുയെ ഗാന ശുരൂക്കിയ. സംഗീത ഉപകരണം, ഒരു വാദ്യയന്ത്രം വായിച്ചുകൊണ്ട്, നമ്മൾ പറയുന്നത് എന്താണ്, ഗിത്താർ അങ്ങനെയുള്ള സംഗീതോപകരണങ്ങൾ എന്തെങ്കിലും ആയിരിക്കാം. അങ്ങനെയുള്ള ആ സംഗീതോപകരണം വായിച്ചുകൊണ്ട് പാട്ട് പാടാൻ തുടങ്ങി. തോ സബ് മസേസെ ഉൻകെ ആസ്പാസ് നാച്ചനെ ലഗെ. അപ്പോൾ തന്നെ എല്ലാവരും വളരെ താല്പര്യത്തോടുകൂടി അവർക്ക് ചുറ്റും നൃത്തം ചെയ്യാൻ തുടങ്ങി. അചാനക് ലഗ ജൈസെ ഹം കിസി ധാഗേസെ ബന്ധേ ഹുയേ ഹെ. പെട്ടെന്ന് ഞങ്ങൾക്കെല്ലാവർക്കും തോന്നുകയാണ് ഞങ്ങളെല്ലാവരും ഒറ്റ ചരടിൽ കോർത്തിണക്കപ്പെട്ടവരാണ് എന്ന് ഞങ്ങൾക്ക് തോന്നുകയാണ്. എന്ന് പറഞ്ഞാൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരാണ് ഒന്നിച്ചിരിക്കുന്നത്. പക്ഷേ അവരുടെ ജാതിയോ രാഷ്ട്രമോ അവരുടെ നിറമോ ഒന്നും അവരെ ബാധിക്കുന്നില്ല. വ്യത്യസ്തമായ കലാരീതികളാണ് ഓരോരുത്തരും ശീലിച്ചിരിക്കുന്നത്, അതും അവരെ ബാധിക്കുന്നില്ല. അവരെല്ലാവരും ഒരൊറ്റ നൂലിൽ കൊരുത്തിട്ടിരിക്കുന്ന ഒരു മാല പോലെ അവർക്ക് തോന്നുകയാണ്. ലഗാ ജൈസെ ഹം ജൈത്തൂൻ കി പത്തിയോം സെ സർസരാ രഹേ ഹെ. അത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നി എന്താണ്? ജൈസെ ഹം ജൈത്തൂൻ കി പത്തിയോം സെ സർസരാ രഹേ ഹെ. അതായത് ഇവരെല്ലാവരും കൂടെ ഒന്നിച്ച് പാട്ടും പാടി നൃത്തം ചെയ്യുന്ന ആ ഒച്ച കേൾക്കുമ്പോൾ ഇവരെല്ലാവരും ഒലിവ് മരത്തിൻ്റെ ഇലകൾ കാറ്റിൽ തട്ടുമ്പോൾ ഉണ്ടാകുന്ന സ്വരം പോലെയാണ് ഇവരുടെ ആ നൃത്തത്തിൻ്റെ അല്ലെങ്കിൽ പാട്ടുപാടുന്ന സ്വരം എന്ന് ലേഖകന് തോന്നുകയാണ്. ഒലിവ് മരത്തിൻ്റെ ഇലകൾ കാറ്റിലാടുമ്പോൾ അതിമനോഹരമായ ഒരു ശബ്ദമാണ് ഉണ്ടാകുന്നത്. ആ ശബ്ദം എന്ന് പറയുന്നത് ആസ്വദിക്കാൻ വളരെ സുഖകരമായ ഒരു ശബ്ദമാണ്. ആ ശബ്ദം പോലെയാണ് ഇവരുടെ എല്ലാവരുടെയും കൂടെ ഒന്നിച്ചുള്ള ആ പ്രകടനം കണ്ടപ്പോൾ ലേഖകന് തോന്നുന്നത്. അചാനക് ലഗ ജൈസെ ഹം കിസി ധാഗേസെ ബന്ധേ ഹുയേ ഹെ. പെട്ടെന്ന് തോന്നി ഞങ്ങൾ ഒരൊറ്റ നൂലിൽ കോർത്തവരാണ്, ബന്ധിക്കപ്പെട്ടിരിക്കുന്നവരാണെന്ന്. യഹാം കലാക്കി കോൻസി വിശേഷത പ്രകട ഹോത്താ ഹെ. ഇവിടെ കലയുടെ എന്ത് പ്രത്യേകതയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്? അതായത് കലയ്ക്ക് ജാതിയോ മതമോ രാഷ്ട്രമോ ഒന്നും ഇല്ല. കല എന്ന് പറയുന്നത് ആസ്വാദനം മാത്രം അല്ലേ, ആസ്വദിക്കാനുള്ളതാണ് കല. ആ ഒരു പ്രത്യേകതയാണ് നമുക്കിവിടെ അനുഭവപ്പെടുന്നത്. हमारा आखिरी परफॉर्मेंस कोर्डोवाडो नाम के एक कम्यून के एक किले में हुआ. वहाँ जाकर मुझे पता चला कि पियाको के असली मालिक का नाम एल्फी था. उनके बाद अब उनका बेटा एलिया उसका ख्याल रखता है. एलिया समेत सभी लोग बगीचे में चले गए. वहाँ बीच में एक पेड़ था. मुझे इटालियन थोड़ी बहुत ही आती है. वहाँ लोग कुछ गंभीर बात करते दिख रहे थे. मुझे कुछ समझ नहीं आ रहा था. उस वक्त किसी से पूछना ठीक भी नहीं लगा. सो मैं चुपचाप खड़ा रहा. ഒരു ചിത്രം കൊടുത്തിരിക്കുന്നത് കണ്ടോ? കോർഡോവാഡോ എന്ന് പറഞ്ഞ ഒരു ചിത്രം, ഒരു വാതിലും കൂടെ കൊടുത്തിരിക്കുകയാണ് അല്ലേ. ഹമാര ആഖിരി പെർഫോമൻസ് കോർഡോവാഡോ നാം കെ ഏക് കമ്മ്യൂൺ കെ ഏക് കിലേ മേ ഹുവ. ഇവരുടെ അവസാനത്തെ പെർഫോമൻസ്, യാത്രയിലെ ഏറ്റവും അവസാനത്തെ പെർഫോമൻസ് നടന്നത് കോർഡോവാഡോ എന്ന് പറയുന്ന ഒരു കമ്മ്യൂൺ എന്ന് പറഞ്ഞ സമുദായം എന്നാണ്. ഒരു സമുദായത്തിൻ്റെ അവരൊന്നിച്ച് താമസിക്കുന്ന ഒരു ഫോർട്ട്, ഒരു കില, അതിനുള്ളിലാണ് ഇവർ അവസാനമായിട്ടൊരു പ്രകടനം നടത്തിയത്. വഹാൻ ജാക്കർ മുച്ചെ പതാ ചലാക്കി പിയാക്കോ കെ അസലി മാലിക് ക നാം എൽഫി ഥ. അവിടെ ചെന്നപ്പോഴാണ്
ലേഖകൻ ഒരു കാര്യം മനസ്സിലായത്. എന്താണ് മനസ്സിലായത്? പിയാക്കോക്കെ അസലി മാലിക് കാ നാം എൽഫി ഥ. നമ്മുടെ കഴുതയുടെ പിയാക്കോയുടെ യഥാർത്ഥ ഉടമസ്ഥൻ്റെ പേര് എൽഫി എന്നായിരുന്നു. ഉൻകെ ബാദ് അബ് ഉൻക ബേട്ട എല്ലിയ ഉസ്കാ ഖ്യാൽ രഖ്താ ഹെ. അദ്ദേഹത്തിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ മകനായ എല്ലിയ പിയാക്കോയെ സംരക്ഷിക്കുന്നത്. ഖ്യാൽ രഖ്ന എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കുക എന്നാണ്. എല്ലിയ സമേത് സഫി ലോക് ബഗീച്ചേമൻ ചലകയെ. എല്ലിയ ഉൾപ്പെടെ എല്ലാവരും അവിടെ പൂന്തോട്ടത്തിലേക്ക് പോയി. വഹാം ബീച്ചമയൊക്കെ പേടുക. ആ പൂന്തോട്ടത്തിൻ്റെ നടുക്കായിട്ട് ഒരു മരം നിൽപ്പുണ്ട്. മുച്ചെ ഇറ്റാലിയൻ തൊടി ബഹുത്ത് ഹിയാത്തി ഹെ. നമ്മുടെ ലേഖകനാണെങ്കിൽ ഇറ്റാലിയൻ ഭാഷ വളരെ കുറച്ചേ അറിയത്തുള്ളൂ, എന്ന് പറഞ്ഞാൽ നല്ല വശമില്ല, അത്യാവശ്യം മനസ്സിലാകും എന്നൊക്കെ ഉള്ളൂ. വഹാം ലോക് കുച്ച് ഗംഭീർ ബാത് കർത്തേ ദിക് രഹേ തെ. അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം കാണുന്നത് എന്താണ്? പൂന്തോട്ടത്തിലേക്ക് പോയ എല്ലാവരും വളരെ സീരിയസ് ആയിട്ട് എന്തൊക്കെയോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. മുച്ചെ കുച്ച് സമച്ച് നഹി അരഹാഥ. ലേഖകന് എന്താണ് അവർ പറയുന്നതെന്ന് ഒന്നും മനസ്സിലായില്ല. കുച്ച് സമച്ച് നഹി അരഹാഥ, ഒന്നും മനസ്സിലായില്ല. ഉസ് വക്ത് കിസിസെ പൂച്ചന ടീക്ക് പിന്നെ ലഗാം. ആ സമയം ആരോടെങ്കിലും ചോദിക്കുന്നത് നല്ലതായും തോന്നിയില്ല. എന്ന് പറഞ്ഞാൽ എല്ലാവരും സീരിയസ് ആയിട്ട് എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയം എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് ചോദിക്കാനുള്ള ഒരു മനസ്സ് ലേഖകന് ഉണ്ടായില്ല എന്നാണ്. ഉസ് വക്ത് കിസിസെ പൂച്ചന ടീക്ക് പിന്നെ ലഗ. ആരോടെങ്കിലും ചോദിക്കുന്നത് നല്ലതായും തോന്നിയില്ല. സോ മേ ചുപ് ചാപ് ഖടാ രഹ. അതുകൊണ്ട് ഞാൻ നിശബ്ദനായി അവിടെ നിന്നു. പഹലെ തോ ഉസ് പേड़ का चित्र बनाने का मेरा मन नहीं था. मुझे वो कुछ खास नहीं लगा था. बाद में पता चला कि वो पेड़ उस जगह के मालिक ने एल्फी की याद में लगाया था. एल्फी को पिया को बुरी हालत में मिला था. एल्फी ने उसकी बड़ी तीमारदारी कर उसे तंदुरुस्त किया. अब पिया को 14 साल का है. ഇനി എന്താണ് ആ പൂന്തോട്ടത്തിൽ അങ്ങനെ ഒരു ചർച്ച ഉണ്ടാകാനുള്ള കാരണമെന്നാണ് ലേഖകൻ വിശദീകരിക്കുന്നത്. പഹലേത്ത ഉസ് പേടുക്ക ചിത്ര ബനാനേക്ക മര മന്നഹീഥ. പൂന്തോട്ടത്തിന് നടുക്കൊരു മരം നിൽപ്പുള്ള കാര്യം അദ്ദേഹം പറഞ്ഞിരുന്നല്ലേ. എവിടെ ചെന്നാലും ആ പ്രദേശത്തെ ചിത്രം വരയ്ക്കാനാണ് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. എന്നാൽ അവിടെ ചെന്നപ്പോൾ ആ മരത്തിൻ്റെ ചിത്രം വരയ്ക്കാൻ ആദ്യം അദ്ദേഹത്തിന് തോന്നിയിരുന്നില്ല. നിങ്ങളുടെ പുസ്തകത്തിലൊരു ചിത്രം കൊടുത്തിരിക്കുന്ന കണ്ടോ, ഒരു മരത്തിൻ്റെ ചിത്രം. പഹലേത്തോ ഉസ് പേടുക്ക ചിത്ര ബനാനേക്ക മെഹര മൻ നഹി ഥാ. എനിക്ക് മനസ്സില്ലായിരുന്നു. മുച്ചേ വോ കുച്ച് ഖാസ് നഹി ലഗ. അതിന് ഒരു പ്രത്യേകതയും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. ഓ കുച്ച് ഖാസ് നഹി ലഗ. ഖാസ് എന്ന് പറഞ്ഞാൽ പ്രത്യേകത ഉള്ളതെന്നാണ്. പ്രത്യേകത ഉള്ളതായിട്ട് നഹി ലഗ ഥ, തോന്നിയില്ല. ബാദ് മേ പതാ ചലാക്കി ഓ പേട് ഉസ് ജഗഹ് കെ മാലിക്കിനെ എൽഫി കി യാദ് മേ ലഗായ ഥ. പക്ഷെ പിന്നീടാണ് അദ്ദേഹം അറിയുന്നത്. എന്തറിയുന്നത്? ഓ പേട് ഉസ് ജഗഹ് കെ മാലിക്കിനെ എൽഫി കി യാദ് മേ ലഗായ ഥ. ആ മരം എൽഫിയുടെ ഓർമ്മയ്ക്കായിട്ട് ആ പ്രദേശത്തിൻ്റെ ഉടമസ്ഥൻ നട്ടിരിക്കുന്നതാണെന്ന് മനസ്സിലായി. എൽഫി ആരാണ്? നമ്മുടെ പിയാക്കോയുടെ ആദ്യ ഉടമസ്ഥനാണ് എൽഫി അല്ലേ. അപ്പോൾ എൽഫി മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ആ മരം അവിടെ നട്ടിരിക്കുന്നതെന്ന് നമ്മുടെ ലേഖകന് പിന്നീടാണ് മനസ്സിലായത്. എൽഫിക്കോ പിയാക്കോ ബുരി ഹാലത്തുമേ മിലാഥ. എൽഫിക്ക് പിയാക്കോയെ കിട്ടിയപ്പോൾ പിയാക്കോയ്ക്ക് ഒട്ടും ആരോഗ്യമില്ലായിരുന്നു, വളരെ മോശമായിരുന്നു അവൻ്റെ സ്ഥിതി. എൽഫിനെ ഉസ്കി ബെഡി തീമാർദാരി കർ ഉസെ തന്തുരസ്ത് കിയ. എൽഫി എന്ത് ചെയ്തു? അവനെ കൊണ്ടുവന്ന് വളരെയധികം ശുശ്രൂഷിച്ചാണ് അവനെ നല്ല ആരോഗ്യമുള്ളവനാക്കി മാറ്റിയത്. ആ പിയാക്കോ 14 സാൽ കാഹെ. അങ്ങനെ ശുശ്രൂഷിച്ച് വളർത്തി പിയാക്കോയ്ക്കിപ്പം 14 വയസ്സായി എന്നാണ് പറയുന്നത്. വലത്തെ സൈഡിലെ ചോദ്യം നോക്കൂ. ലേഖകോ പഹലെ പേടുക്ക ചിത്ര ബനാനേക്ക മന്നഹീഥ ഫർ ബാദമേ ബനാനെ ലഗാക്യോ. ലേഖകന് ആദ്യം ആ മരത്തിൻ്റെ ചിത്രം വരയ്ക്കാൻ തോന്നിയില്ല, എന്നാൽ പിന്നീട് വരയ്ക്കാമെന്ന് തോന്നി. എന്താ കാരണം? ആദ്യം അദ്ദേഹത്തിന് ഒരു പ്രത്യേകതയും തോന്നിയില്ല, പക്ഷെ പിന്നീടാണ് മനസ്സിലായത് എൽഫി എന്ന് പറയുന്ന വ്യക്തിയുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ മരം അവിടെ നട്ടിരിക്കുന്നത്. അത് മനസ്സിലായപ്പോഴാണ് വരയ്ക്കാൻ തുടങ്ങിയത്. मैं उस पेड़ का चित्र बनाने लगा. तभी पिया को घूमता हुआ उस पेड़ के सामने आ गया. मैंने उसे चित्र में शामिल कर लिया. पत्तियां बनाने लगा तो हल्की हल्की बारिश होने लगी. मैंने स्केचबुक को खुला छोड़ दिया. पत्ते नहीं बनाए. बारिश ने जो पत्ते बनाए वही इस चित्र में है. वो एकदम जादुई पल था. मैंने ऐसा चित्र पहले कभी नहीं बनाया था. इस चित्र को हमारी पूरी यात्रा की इंतहा की तरह मानिए. मैं उस पेड़ का चित्र बनाने लगा. ഞാൻ ആ മരത്തിൻ്റെ ചിത്രം വരയ്ക്കാൻ തുടങ്ങി. തഫി പിയാക്കോ ഘൂംതാ ഹുവാ ഉസ് പേड़ के सामने आ गया. അപ്പോൾ പിയാക്കോ എവിടുന്നോ ചുറ്റിക്കറങ്ങി ആ മരത്തിൻ്റെ മുമ്പിൽ വന്നു നിന്നു. എന്നെ ഉസ് ചിത്രമേ ശാമിൽ കർലിയ. ഞാൻ അവനെയും ചിത്രത്തിൽ ചേർത്തു. ചിത്രത്തിൽ കാണാം അല്ലേ. പത്തിയാം ബനാനെ ലഗാത്തോ ഹൽക്കി ഹൽക്കി ബാരിഷ് ഹോനെ ലഗി. അതിൻ്റെ ഇലകൾ വരയ്ക്കാൻ തുടങ്ങിയപ്പോഴേക്കും എവിടെ നിന്നോ ചെറിയ ചെറിയ മഴത്തുള്ളികൾ വീഴാൻ തുടങ്ങി. ഹൽക്കി ഹൽക്കി ബാരിഷ് ഹോനെ ലഗി എന്ന് പറഞ്ഞാൽ നേരിയ മഴ പെയ്യാൻ തുടങ്ങി.
മേനെ സ്കെച്ച് ബുക്ക് തോ ഖുലാ ചോട് ദിയ. ലേഖകൻ എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ വരയ്ക്കുന്ന പുസ്തകം തുറന്ന പടി വെച്ചു. വരച്ചിട്ട് അതിൽ ഇലകളൊന്നും വരച്ചില്ല, വരച്ചതിൻ്റെ ബാക്കിയായിട്ട് പുസ്തകം തുറന്നു വെച്ചു. പത്തേ നഹി ബനായെ, ഇലകളൊന്നും അതിൽ വരച്ചില്ല. ബാരിഷിനെ ജോ പത്തേ ബനായെ വഹി ഇസ് ചിത്രമേം ഹെ. മഴത്തുള്ളികൾ എന്ത് ഇലകളാണോ വരച്ചത് ആ ഇലകളാണ് ഈ ചിത്രത്തിലുള്ളത്. നോക്കൂ, മഴത്തുള്ളികൾ വരച്ച ഇലകളെ നമുക്ക് ചിത്രത്തിൽ കാണാനായിട്ട് സാധിക്കും അല്ലേ? ഓ ഏകദം ജാദൂയി പൽഥ. ആ നിമിഷത്തെ ഞാൻ മാന്ത്രിക നിമിഷം എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതിമനോഹരമായിട്ടാണ് മഴത്തുള്ളികൾ ഈ ചിത്രത്തിൽ വീണ് ചിത്രം പോലെ, ഇലകൾ പോലെ സ്വയം ആയിത്തീർന്നിരിക്കുന്നത്. അതൊരു മാന്ത്രിക നിമിഷമായിരുന്നു എന്നാണ് ലേഖകൻ പറയുന്നത്. മേനെ ഐസാ ചിത്ര പഹലെ കഭി നഹി ബനായ ഥ. ഇത്രയും മനോഹരമായൊരു ചിത്രം ഞാൻ ഒരിക്കലും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചിത്രം ഞാൻ ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടാക്കിയിട്ടില്ല. ഈ ചിത്രക്കോ ഹമാരി പൂരി യാത്ര കി ഇന്ദേഹാ കി തിരക്ക് മാനിയെ. ഈ ചിത്രത്തെ ഞങ്ങളുടെ ഈ മുഴുവൻ യാത്രയുടെയും ഒരു പരിസമാപ്തിയായിട്ട് കണക്കാക്കാം. എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനം ആണ് അദ്ദേഹം ഈ ചിത്രം വരയ്ക്കുന്നത്. ഇതോടുകൂടി അവരുടെ യാത്ര ഏകദേശം സമാപിച്ചു. അതുകൊണ്ടാണ് ഈ ചിത്രത്തെ ഇതിൻ്റെ യാത്രയുടെ പരിസമാപ്തിയായിട്ട് കണക്കാക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഉസ് ശ്യാം കാ പെർഫോമൻസ് ജബർദസ്ത് ഥ, സബ് ഖുശ് थे. इस यात्रा ने हमें इतने प्यार दोस्त दिए थे. हमने जाना कि सब मिलकर अगर वो करे जिसमें उनका दिल खड़कता है और उसे लोगों से साझा करते चले तो दुनिया कितनी खूबसूरत हो जाती है. इस यात्रा से मुझ में कई बदलाव लाए हैं. मेरा यकीन बढ़ा रहा है कि जो चीज़ मुझे पसंद है मुझे वही करते रहना चाहिए. അപ്പോൾ ഈ യാത്രയുടെ അവസാന ഭാഗത്തെക്കുറിച്ച് വളരെ ഭംഗിയായിട്ട് അദ്ദേഹം വിവരിച്ചിരിക്കുന്നു. എന്താ പറയുന്നത് നോക്കുക. ഉസ് ശ്യാം കാ പെർഫോമൻസ് ജബർദസ്ത് ഥ. ഏറ്റവും അവസാനത്തെ ദിവസമായിരുന്നുകൊണ്ട് അന്നും വൈകുന്നേരത്തെ അവരുടെ പെർഫോമൻസ്, അവരുടെ പ്രകടനം എന്ന് പറയുന്നത് വളരെ ഭംഗിയായിരുന്നു, വളരെ ശക്തമായ ഒരു പ്രകടനമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും അവനവൻ്റെ ഉള്ളിലുള്ള ഏറ്റവും നല്ലതിനെ പുറത്തെടുത്തുള്ള ഒരു പ്രകടനമായിരുന്നു ഇന്ന് വൈകിട്ട് നടത്തിയത്. സബ് ഖുശ് थे, എല്ലാവരും വളരെ സന്തോഷത്തിലായിരുന്നു. ഈ യാത്രാനെ ഹമേ ഇതനെ പ്യാരെ ദോസ്ത് ദിയേ थे. ഈ യാത്ര പരസ്പരം എല്ലാവരും ഭയങ്കരമായ സുഹൃത്തുക്കളായി മാറി ഈ യാത്ര വഴി. ഹമേ ഇത്തനെ പ്യാരെ ദോസ്ത് ദിയേ थे. ഈ യാത്ര ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായ വളരെ സ്നേഹമുള്ള സുഹൃത്തുക്കളെ നൽകി. എന്ന് പറഞ്ഞാൽ ആ യാത്രയിലുടനീളം അവർ പരസ്പരം നല്ല സുഹൃത്തുക്കളായിരുന്നു, എല്ലാവരും സൗഹൃദം പങ്കിട്ടിരുന്നു. ഹംനെ ജാനാ കി സബ് മിൽക്കർ അഗർ വോ കരേ जिसमें उनका दिल खड़कता है और उसे लोगों से साझा करते तो दुनिया कितनी खूबसूरत हो जाती है. ഈ യാത്ര വഴി ഈ കലാകാരന്മാർ പഠിച്ച ഒരു സത്യമുണ്ട്. എന്താണ്? ഹംനെ ജാനാ കി സബ് മിൽക്കർ അഗർ വോ കരേ. ഞങ്ങൾക്ക് മനസ്സിലായി എല്ലാവരും ചേർന്ന് ഇങ്ങനെ ചെയ്താൽ, എങ്ങനെ ചെയ്താലാണ്? ജിസ്മേ ഉൻകാ ദിൽ ഖടക്താ ഹേ. ഓരോരുത്തരുടെയും ഹൃദയം മിടിക്കുന്ന രീതിയിൽ നല്ല പ്രകടനം കാഴ്ചവയ്ക്കുകയും അത് എന്ത് കൊണ്ട് ചെയ്യണം? ഉസെ ലോകോം സെ സാഞ്ചാ കർത്തെ. അവരുടെ ഉള്ളിലുള്ള കഴിവുകളെ ആൾക്കാരിലേക്ക് പങ്കിടുകയും ചെയ്യണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തോ ദുനിയ കിത്തനെ ഖൂബ്സൂരത് ഹോ ജാത്തി ഹേ. ഈ ലോകം എത്ര മനോഹരമായി തീരും. എന്ന് പറഞ്ഞാൽ എല്ലാ കലാകാരന്മാരും അവരുടെ ഉള്ളിലുള്ള ഏറ്റവും നല്ലതിനെ പുറത്തേക്ക് എടുക്കുകയും അതിനെ ലോകത്തോട് പങ്കുവയ്ക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ലോകം എത്ര മനോഹരമായി തീരും എന്നാണ് ലേഖകൻ പറയുന്നത്. ഈ യാത്രാസെ മുച്ചുമേ കൈ ബദലാവ് ആയേഹെ. ഈ ഒരൊറ്റ യാത്ര കൊണ്ട് ലേഖകന് കുറേ പരിവർത്തനങ്ങൾ ഉണ്ടായി എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ യാത്രാസെ മുച്ചുമേ കൈ ബദലാവ് ആയേഹെ. എനിക്ക് കുറേ അധികം മാറ്റങ്ങൾ ഈ യാത്ര വഴി ഉണ്ടായി. മേരെ യക്കീൻ ബഡാഹെ. എൻ്റെ വിശ്വാസം വർദ്ധിച്ചു. എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ വിശ്വാസം? कि जो चीज़ मुझे पसंद है मुझे वही करते रहना चाहिए. അദ്ദേഹത്തിൻ്റെ വിശ്വാസം എന്താണ്? ഏത് കാര്യമാണോ ഞാൻ ഇഷ്ടപ്പെടുന്നത് അതേ കാര്യങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കണം. എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അതിലാണ് നമ്മൾ വൈദഗ്ധ്യം നേടേണ്ടത്. ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്താൽ ഒരിക്കലും നമ്മളതിൽ വിദഗ്ധരായി തീരുകയില്ല. ജോ ചീസ് മുझे പസന്ത് ഹേ മുझे വഹി കർത്തേ രഹനാ ചാഹിയേ. നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്താണോ അത് നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇതാണ് അദ്ദേഹത്തിന് മനസ്സിലായ കാര്യങ്ങൾ. പ്രിയ കുട്ടികളെ, പാഠത്തിൻ്റെ വിശ്ലേഷണം ഏകദേശം തീർന്നു. പാഠത്തിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറും അതുപോലെ തന്നെ അതിൻ്റെ എക്സർസൈസ് ഭാഗവുമായി അടുത്തൊരു വീഡിയോയുമായി ഞാൻ ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. പാഠം നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായി മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നും കരുതുന്നു. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടുകാരോടൊക്കെ ചാനലിനെ കുറിച്ച് പറയുകയും കൂടെ ചെയ്യുക. നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ മേരിക്കുട്ടി ടീച്ചർ. നന്ദി, നമസ്കാരം. मस्ती भरी है बातें ये प्यारी, सीखे मिलकर नए नए रंग, हर दिन नए सपने हम संग.